കാണാതായി പോയ രണ്ട് പെണ്ണുങ്ങളുടെ കഥ പറയുന്ന സിനിമയാണ് കിരൺ റാവു സംവിധാനം ചെയ്ത ലപ്പട്ട ലേഡീസ്. ഈ രണ്ട് പെണ്ണുങ്ങളും കാണാതാവുന്നത് നവവധുവായി ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ്. ജീവിതത്തെക്കുറിച്ച് വ്യത്യസ്ത കാഴ്ചപ്പാടുള്ള ഈ സ്ത്രീകളുടെ കാണാതാവലിലൂടെ ഒരു സാമൂഹിക പ്രശ്നം വളരെ സിമ്പിളായി രസകരമായി ഒട്ടും ഓവറാക്കാതെ അങ്ങനെ പറഞ്ഞു പോവുകയാണ് സിനിമയിൽ. സ്ത്രീകളുടെ മുഖം മറയ്ക്കുന്ന തുണിക്കും ഈ സിനിമയിൽ വലിയൊരു റോളുണ്ട്. ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത ഇതിലെ ആൺ കഥാപാത്രങ്ങളാണ്. ഒരു സ്ത്രീയുടെ സംവിധാനത്തിൽ പിറന്ന സിനിമയിലെ നായകനെ അത്ര മനോഹരമായാണ് അവർ കാണിച്ചിരിക്കുന്നത്. ഭർത്താവില്ലാതെ തിരിച്ചു വീട്ടിലേക്ക് ചെല്ലുന്നത് നാണക്കേടായതിനാൽ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ കഴിച്ചുകൂട്ടുകയാണ് ഭേദമെന്ന് കരുതുന്ന, താൻ ജീവിക്കുന്ന ചുറ്റുപാടിനെ കുറിച്ച് ഒന്നും അറിയാത്ത, ഭർത്താവിനെ നോക്കാൻ മാത്രം വീട്ടിൽ നിന്നും പഠിപ്പിച്ചു വിടുന്ന സ്ത്രീകൾ ഇന്നും ഒരു ഇന്ത്യൻ യാഥാർത്ഥ്യമാണ് എന്ന് സിനിമ കാണിച്ചു തരുന്നുണ്ട്. ഒരു ഇന്ത്യൻ ഗ്രാമ പശ്ചാത്തലം, അത് നമുക്ക് അത്ര പരിചിതമല്ലാത്ത ഒരു ജിയോഗ്രഫിയുള്ള സ്ഥലം സിനിമയിൽ കാണുന്നതിന്റെ ഒരു ക്യൂരിയോസിറ്റി കൂടി ഈ സിനിമയ്ക്ക് നമുക്ക് നൽകാനാകും. വളരെ മനോഹരമായി ആ ഗ്രാമഭംഗി, അവിടുത്തെ ആളുകളുടെ സ്വഭാവം, അവിടുത്തെ രീതികൾ, പോലീസ് സ്റ്റേഷനോടുള്ള അവരുടെ പേടി, അവരുടെ ധാർമ്മികത, ഇതൊക്കെ കൊരുത്തുവെച്ച ഒരു കോമഡി ഡ്രാമയാണ് ലപ്പട്ട ലേഡീസ്. പ്രധാന റോളുകളിലെത്തിയ നിതാൻഷി ഗോയൽ, സ്പർശ ശ്രീവാസ്തവ, പ്രതിഭ റാണ എന്നിവർ പെർഫോമൻസിൽ മികച്ചു നിൽക്കുന്നുണ്ട്. സിനിമ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലുണ്ട്. മെയിൻ സ്ട്രീം ബോളിവുഡ് സിനിമകളുടെ ഒരു ഫ്ലേവറും ഇല്ലാത്ത ഒരു സിമ്പിൾ ഫീൽ ഗുഡ് സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് കണ്ടുനോക്കാം. നെറ്റ്ഫ്ലിക്സിൽ തന്നെയുള്ള ഒരു മിനി സീരീസ് ആണ് അടുത്തത്. പേര് ഇൻവെന്റിംഗ് അന്ന. ഒരു റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്തുള്ള ഡ്രാമ സീരീസ് ആണിത്. അന്ന സൊറോക്കിൻ എന്ന റഷ്യക്കാരി അന്ന ഡെൽവി എന്ന വെൽത്തി ജർമ്മൻ ഹെയർസായി അഭിനയിച്ച് ന്യൂയോർക്കിലെ കുറെ പണക്കാരെ പറ്റിച്ച് പണം കൈക്കലാക്കിയ സംഭവത്തെ ബേസ് ചെയ്താണ് മിനി സീരീസ് ഒരുക്കിയിരിക്കുന്നത്. അന്ന ഡെൽവിയായി വേഷമിട്ടിരിക്കുന്നത് ജൂലിയ ഗാർണർ ആണ്. ഗംഭീര പ്രകടനമാണ് അവരുടേത്. ഈ സീരീസിന് നേരെ വന്ന ഒരു ക്രിറ്റിസിസം ക്രിമിനൽസിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന തരത്തിലായി പോയി അതിന്റെ അവതരണം എന്നാണ്. ഒരു സ്കാം, അതും വലിയൊരു സ്കാം നടക്കുമ്പോൾ തട്ടിപ്പിനിരയായവർ അനുഭവിക്കുന്ന വേദന വളരെ വലുതായിരിക്കും. പക്ഷേ ഒരു സ്കാം സിനിമയാകുമ്പോൾ പ്രേക്ഷകർക്ക് അത് കാണാൻ ഇഷ്ടമായിരിക്കും. എങ്ങനെയാണ് തട്ടിപ്പ് നടത്തിയത്, എങ്ങനെ ഇവരെയൊക്കെ പറ്റിച്ചു, എങ്ങനെ നുണ പറഞ്ഞ് പിടിച്ചു നിന്നു, എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്തു, ഇതൊക്കെ അറിയാനുള്ള ആകാംക്ഷ പ്രേക്ഷകർക്കുണ്ടാകും. തട്ടിപ്പിന്റെ കഥ അതിലൊന്നും പെടാതെ മാറി നിന്ന് കാണാനുള്ള ആ ഒരു കൗതുകം തന്നെയാണ് ഈ സീരീസിന്റെയും പിടിച്ചിരുത്തുന്ന ആ പോയിന്റ്. തട്ടിപ്പുകാരിയെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള കൗതുകമുള്ളവർക്ക് കണ്ടു നോക്കാവുന്ന ഒരു സീരീസാണിത്. ജയിലിലുള്ള അന്നയെ പോയി കണ്ട് സമ്മതം വാങ്ങിയും അന്നയുടെ മാനറിസങ്ങൾ നായിക നോക്കി പഠിച്ചുമൊക്കെയാണ് ഈ സീരീസ് പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് കേൾക്കുന്നത്. ഈ സീരീസ് കണ്ടപ്പോൾ നമ്മുടെ കുറുപ്പ് ലെവൽ സെലിബ്രേഷൻ ഒന്നും ഇല്ല എന്നാണ് തോന്നിയത്. നല്ല പ്രകടനം, നല്ല സംവിധാനം, ഇതാണ് സീരീസിന്റെ ഹൈലൈറ്റ്. അടുത്തത് ഒരു ക്രൈം ത്രില്ലർ മിനി സീരീസ് ആണ്. ഇത് നെറ്റ്ഫ്ലിക്സിലുണ്ട്. റിയൽ ലൈഫ് ഇൻസിഡന്റിനെ ബേസ് ചെയ്താണ് ഈ സീരീസും. 12 വയസ്സുള്ള ചൈനീസ് ബോൺ സ്പാനിഷ് ഗേളായ അസുൻഡയുടെ മൃതദേഹം റോഡരികിൽ വെച്ച് കിട്ടുന്നതും അസുൻഡയെ അഡോപ്റ്റ് ചെയ്ത സ്പാനിഷ് ദമ്പതികൾ കൊലപാതകത്തിൽ സംശയത്തിന്റെ നിഴലിൽ വരുന്നതും തുടർന്നുള്ള ഇൻവെസ്റ്റിഗേഷനും ന്യൂസ് റിപ്പോർട്ടിംഗും വിധി പ്രഖ്യാപനവുമാണ് ഈ സീരീസിൽ കാണിക്കുന്നത്. ശരിക്കും അസുൻഡയെ കൊന്നത് മാതാപിതാക്കളാണോ? ന്യൂസ് റിപ്പോർട്ടുകൾ നീതിയെയും നിയമത്തെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ടോ? തെളിവുകളെല്ലാം ഉണ്ടായാൽ മാത്രമേ അറസ്റ്റും കുറ്റം തെളിയിക്കലും സംഭവിക്കൂ എന്നുണ്ടോ? അതോ ഇതെല്ലാം ഭൂരിപക്ഷ താല്പര്യം, മുൻവിധി, ഇതൊക്കെ അനുസരിച്ചിരിക്കുമോ? സീരീസ് കണ്ടു കഴിയുമ്പോഴും മനസ്സിൽ ഇത്തരം ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കും എന്നതാണ് ഈ സീരീസിന്റെ പ്രത്യേകത. ഇടയ്ക്ക് കുറച്ച് ഡ്രാഗ് ചെയ്യുന്ന പോലെ തോന്നും എന്നതൊഴിച്ചാൽ കണ്ടിരിക്കാവുന്ന ഒരു സീരീസാണ് അസുൻഡ കേസ്. പാരന്റ്ഹുഡ് അഥവാ അമ്മയും അച്ഛനുമാകൽ എല്ലാവർക്കും അത്ര സിമ്പിളായ കാര്യമല്ല എന്നും അതിന് പലവിധ തലങ്ങളുണ്ടെന്നും കാണിക്കുന്ന ഒരു പിടി കഥാപാത്രങ്ങൾ ഇതിലുണ്ട്. പാരന്റ്ഹുഡ് കുറച്ച് കഴിയുമ്പോൾ മടുക്കുമോ? മടുത്താൽ എന്ത് ചെയ്യും? പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാവുന്ന, മടുത്താൽ നിർത്തി പോകാൻ പറ്റുന്ന ഒരു ബന്ധമല്ലല്ലോ അത് എന്നൊരു തോട്ടും അഡോപ്ഷൻ എന്നൊരു പ്രോസസ്സിലൂടെ ഇതിൽ വരച്ചിടാൻ ശ്രമിക്കുന്നുണ്ട്. റിയൽ ലൈഫിനെ ബേസ് ചെയ്തുള്ള ക്രൈം സിനിമകൾ കാണാൻ ഇഷ്ടമുള്ളവർക്ക് കണ്ടുനോക്കാം. ഒറിജിനൽ സ്പാനിഷ് ഓഡിയോയിൽ ഇംഗ്ലീഷ് സബ്ടൈറ്റിൽസോടുകൂടി കാണുന്നതായിരിക്കും ഇംഗ്ലീഷ് ഓഡിയോ ആക്കി കാണുന്നതിനേക്കാൾ എഫക്ട് നൽകുക. ഇതിലേതെങ്കിലും സിനിമകൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അവയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.